ഹലോ, ഹലോ ധാര. എൻ്റെ പേര് വേദാന്ത്. എവിടുന്നാ? എറണാകുളം. ഇത് എന്ത് ചെയ്യാ? ചുമ്മാ വെറുതെ ഇരിക്കുന്നു, ഒരു പണിയില്ല. ഉം, വെറുതെ ഇരിക്കുക. ഓക്കേ, ഓക്കേ. പ്രത്യേകിച്ച് പിന്നെന്താ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ദേ ഇരിക്കുന്നു. ഭക്ഷണം കഴിച്ചോ? ആണോ? സൂര്യ എന്നല്ലേ പേര്? കഴി ഏ സൂര്യ ശ്രേയ. ശ്രേയ. ഉം, ഓക്കെ, ശ്രേയ. കഴിച്ചു കഴിച്ചു, ഫുഡ് ഒക്കെ കഴിച്ചു. എന്തായിരുന്നു ശ്രേയ സ്പെഷ്യൽ? ഇവിടെ ചിക്കൻ. ചിക്കൻ. ഓക്കെ ഉം, ഓക്കെ, വേറെ ഒന്നുമില്ല. പിന്നെ കടലക്കറി. കടലക്കറി രാവിലത്തെ ആയിരുന്നു അതോ? പുട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന കടലക്കറി. ഓക്കെ, പുട്ട് അല്ലേ? ഉം, പിന്നെ വേറെ എന്താണ് ശ്രേയ വിശേഷങ്ങളൊക്കെ? എന്ത് ഇങ്ങനെ പോകുന്നു, ശ്രേയയുടെ പ്രത്യേകിച്ച് നേറ്റീവ് പ്ലേസ് എവിടെയാണ്? വിശേഷങ്ങളൊന്നുമില്ല. എന്താണ്? ശ്രേയയുടെ പ്ലേസ് എവിടെയാണ്? ഞാൻ പാലക്കാട്. പാലക്കാട് എവിടെയായിട്ട് വരും? ഉം, പാലക്കാട് ഒലവക്കോട്. ഒലവക്കോട്. ശ്രേയ പഠിച്ചത്? ഉം. ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു, കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിപ്പം PGന്റെ നോക്കണം. അതിനു മുമ്പ് ഞാൻ PSc ജസ്റ്റ് നോക്കുന്നുണ്ട്. PSc നോക്കുന്നുണ്ടോ? ഉം. ഉം. ഓക്കെ. എവിടെയാ എടുത്തത്? എന്റെ പഠിച്ചത് എവിടെയാണോ? അതെ അതെ, വിക്ടോറിയയില് വിക്ടോറിയ. ഓക്കെ ഓക്കെ, കെമിസ്ട്രി. കെമിസ്ട്രി. ഓക്കെ. പിന്നെ ഞാനാണല്ലോ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രേയ ഫ്രാങ്ക്, ഞാനൊരു ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആ ഓപ്പൺ ആണോ, ഫ്രണ്ട്ലി ആണോ, അതോ അഡൾട്ട്? ഫ്രണ്ട്ലി. ഫ്രണ്ട്ലി ആണ്, ഓൺലി ഫ്രണ്ട്ലി. ഓക്കെ ഓക്കെ ഫ്രണ്ട്ലി. ഓക്കെ, ചോദിച്ചെന്നേ ഉള്ളൂ ജസ്റ്റ്. കാരണം നമുക്ക് ആ ആ ആ ഓക്കെ. ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. കുഴപ്പമില്ല. പിന്നെ വേറെന്താണ് വിശേഷം? സുഖമായിട്ട് പോണു കേട്ടാ, കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ മഴ. എവിടെ സ്ഥലം പറഞ്ഞത്? ഞാൻ എറണാകുളം. എറണാകുളം. അവിടെ മഴയുണ്ടോ? മഴ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, മൂടി കെട്ടി നിൽക്കുന്ന അവസ്ഥ വരും. ചിലപ്പോൾ നല്ല വെയിലുണ്ടാവും, ചില സമയത്ത് മഴ ഉണ്ടാവും. മിക്സ്ഡ് ആണ് ഇവിടെ. അതേപോലെ ഇന്നലെ വൈകുന്നേരം കുറച്ച് മഴ പെയ്തു. ഇന്നാണെങ്കിൽ നല്ല ചൂട്. ചില ട്രിപ്പൊക്കെ പോകാറുണ്ടോ? ഒരു ട്രിപ്പ് അങ്ങനെ അധികം ഒന്നും അങ്ങനെ പോയിട്ടില്ല. എവിടൊക്കെ പോയിട്ടുണ്ട്? ഫാമിലി ആയിട്ട് അങ്ങനെ ട്രിപ്പ് പോയിട്ടുള്ളൂ. ഫാമിലി ആയിട്ട് എവിടെ പോയിട്ടുള്ളത്? മുസ്ലിം ആണോ? അല്ലല്ല, ഹിന്ദു. സംസാരത്തിലെ ഒരു മുസ്ലിം കോഴിക്കോട് സ്ലാങ് വരുന്നുണ്ട്. ഇല്ല ഇല്ല. ഫാമിലി ആയിട്ട് എവിടെ പോയിട്ടുണ്ട്? ഞങ്ങള് ഫാമിലി ആയിട്ട് പോയത് മൈസൂര്. മൈസൂർ എവിടെയാ പോയത്? അവിടെ പോയിട്ടുണ്ട്. മൈസൂർ എവിടെ പോയത്? പിന്നെ രാമേശ്വരം. മൈസൂര് അതായത് വയനാട്. ഇവിടുന്ന് ഞങ്ങൾ വയനാട് ഒരു ബന്ധുണ്ട്, വയനാട് പോയി. അവിടെ ഞങ്ങളൊക്കെ ഇരുന്ന് പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് മൈസൂര് പോയി. ചാമുണ്ടി ഹിൽസ്, നന്ദി, അങ്ങനെ കൊറേയൊക്കെ കറങ്ങി. പാലസ്, അങ്ങനെ കൊറേ കറങ്ങി. സൂ പോയില്ല? ആസ് യൂഷ്വൽ അവിടെ എല്ലാവരും പോകുമ്പോ കാണുന്നതല്ലേ. സൂ പോയില്ല? സൂ ഞാൻ ഇവരുടെ കൂടെ പോയിട്ടില്ല. കോളേജിൽ നിന്ന് ട്രിപ്പ് മീൻസ് ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ പോയപ്പോ 5 ദിവസത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പോയി. കൂർഗ്, മൈസൂര്, ബാംഗ്ലൂര്, അങ്ങനെയായിരുന്നു. അപ്പൊ പോയി. സൂ പോയി ഒരു വെള്ളിയാഴ്ച ദിവസം പോയത്. അന്ന് ഞങ്ങൾ പോയ ദിവസം നോക്കി അത് അടച്ചു. പിന്നെ ഞങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ വെച്ച് എല്ലാരും ഫോട്ടോ എടുത്തിട്ട് വന്നു. അതാണ് നടന്ന്. ബൊട്ടാനിക്കൊക്കെ പോയി. അങ്ങനെ അവിടെ പോയി കാണാനുള്ളത് സൂ മാത്രമേ ഉള്ളൂ? സൂവിലാണ് കാണാനുള്ളത്. കാരണം നമ്മുടെ പക്ഷെ അന്ന് ഞങ്ങൾ പോയ ദിവസം അടച്ചിട്ടിരിക്കുന്നു. ഞങ്ങളുടെ കഷ്ടകാലം. ഗൊറില്ലകളുണ്ട് നമ്മുടെ ലൈഫില് സംഭവിച്ചിരിക്കുന്ന. പിന്നെ ഞാൻ തൃശ്ശൂർ സൂ പോയിട്ടുണ്ട്. തൃശ്ശൂർ സൂ ഉണ്ടോ? എവിടെയത്? ഉണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ പറയാ. തൃശ്ശൂര് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ സൂ അത് പിന്നെ ഏതൊക്കെയോ ലോക്കൽ സൂ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടാ. 1-2 അങ്ങനെ നല്ലതല്ല, എന്നാ ഒരുവിധം ഒരു എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. 1-2 ഞാൻ പോയിട്ടുണ്ട്. പിന്നെ രാമേശ്വരം പോയിട്ടുണ്ട്. ധനുഷ്കോടി. ധനുഷ്കോടിയിലെ എങ്ങനെയുണ്ടായിരുന്നു ധനുഷ്കോടി യാത്ര? ഞാൻ 5 ദിവസത്തെ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് ആയിരുന്നു. ഇവിടുന്ന് പഴനി ടു കൊടൈക്കനാല്, വേളാങ്കണ്ണി, മധുര, അങ്ങനെ രാമേശ്വരം, ധനുഷ്കോടി, അങ്ങനെ. ഈ ധനുഷ്കോടിയിലെ ട്രിപ്പ്, ധനുഷ്കോടി ബസ്സിൽ ചെയ്ത് ധനുഷ്കോടി ഉള്ളിൽ പോയില്ലേ? ധനുഷ്കോടി അവിടെ പോയിട്ട് അവിടെ ഇറങ്ങി വന്നാൽ അവിടെ നിന്നൊരു അവന്റെ ഒരു വാൻ ഉണ്ട്, അതിലാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ? കൊഴപ്പില്ല. കണ്ണലിയിച്ചോ? ഒരു ദാരിദ്ര്യ സ്ഥലമാണ്, അങ്ങനെ വലിയ ഒരു ഇതൊന്നും അല്ല. പിന്നെ അവിടെ ചരിത്രം അറിയോ? മൊത്തം ഭയങ്കര ദരിദ്രം എന്നല്ല, അങ്ങനെ ഒരു
കുഴപ്പമില്ല. ആ ഒരു ചർച്ചൊക്കെ ഉണ്ട്. അതന്നെ, ഒരു കടലും ചർച്ചൊക്കെ ആയിട്ട് അതന്നെ കാണാനുള്ളൂ. ധനുഷ്കോടി പണ്ട് നമ്മുടെ ഒരു കൊച്ചല്ല, വലിയ ടൗൺ ആയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് അടങ്ങുന്ന വലിയൊരു ടൗൺ ആയിരുന്നു. അത് കടലെടുത്ത് പോയതാ. അതുകൊണ്ടാണ് ഇപ്പൊ ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്നത്. അത് അങ്ങനത്തെ പിന്നെ അവിടെ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ വിൽക്കാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ അവിടെ അതിന്റെ കുറച്ചൊക്കെ രാമേശ്വരത്തിന്റെ ആ ഒരു കടലിന്റെ അവിടെയൊക്കെ ആ അമ്പലം, രാമേശ്വരം അമ്പലം ഉണ്ട്. അത് നല്ലോണം കാണാനുണ്ട് കേട്ടോ. അമ്പലം ഉള്ളിലൊക്കെ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ചെറിയൊരു ശിവന്റെ ഒരു വിഗ്രഹമുള്ളൂ. ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പാമ്പൻ പാലം കാണും. തീർച്ചയായും. ഇതിനെ കുറിച്ചൊക്കെ